ഭാവമായതുകൊണ്ട് ഞങ്ങൾ വെറുതെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് സനലും കൂടെ ഉണ്ട്. ഏകദേശം ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. റോഡ് മുതൽ അമ്പലം വരെ നല്ല രീതിയിൽ പന്തലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു മഴ പെയ്താൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആളുകളൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോ കച്ചവടക്കാരും ഉണ്ട്. ഇത് നമ്മളെ രതീഷേട്ടൻ്റെ ഷോപ്പാണ്. ഇവിടെത്തി രതീഷേട്ടനോട് ചില വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട് കടയിൽ. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ രാധേട്ടൻ്റെ ശാന്തമി യാത്രയിൽ കാണുന്നത്. പിന്നെ ഇവിടെ ചുക്ക് കാപ്പി എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വർഷങ്ങളോളമായിട്ട് ഇവിടെ ഇത് പതിവാണ്. ഈ സേവാഭാരതി തന്നെ ഇത് ചെയ്യാറുള്ളത്. ATM, അതുപോലെ ആംബുലൻസ്, ഫയർഫോഴ്സ്, എല്ലാവിധ മെഡിക്കൽ രംഗങ്ങളും സെറ്റാണ്. വന്നവരൊക്കെ വിരിയൊക്കെ വെച്ച് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കായി തുടങ്ങും കേട്ടോ. ആളുകളൊക്കെ ഫുള്ളായിട്ട് നിറയും ഇവിടെ. ഞങ്ങളൊരു 6-7 മണിയൊക്കെ സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ പടിയിൽ ഇരുന്നിട്ടാട്ടോ ബലിതർപ്പണം ചെയ്യാറ്. ഈ പുഴയുടെ അപ്പുറത്താണ് നമ്മളെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും അതുപോലെ ശിവക്ഷേത്രവും ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ത്രിമൂർത്തി സംഗമം എന്ന് പറയുന്നത്. ഇപ്പം നല്ല തിരക്കായി തുടങ്ങി. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളായി ഇവിടെ വന്നിട്ട് എല്ലാം ഒന്ന് കണ്ടു. അമ്പലത്തിൽ ഇപ്പോൾ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെയൊക്കെ കണ്ടോ ഫുൾ ആളുകളായിട്ടുണ്ട്.